ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടോ പിന്നെ റേഞ്ചിൻ്റെ പ്രശ്നമൊക്കെ കൂടി ആയിട്ടാണ് എഡിറ്റ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ തോന്നെ പണിക്കാരൊക്കെ ഉണ്ടായ സമയത്ത് നമ്മളെ റൂം വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. ഓഫീസ് റൂമിലായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ അവിടേക്ക് തീരെ റേഞ്ച് കിട്ടൂല. അല്ലെങ്കിൽ ഞാൻ ഉള്ള സമയം കൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യും, വീഡിയോ ഇടയിലൊക്കെ ചെയ്യലുണ്ട്. എനിക്കൊരു മാസത്തിന് മേലായിട്ടാണ് വീട്ടിൻ്റെ ഉള്ളിൽ ചതലും കാര്യങ്ങളൊക്കെ ആയിട്ട് പണിക്കാരൊക്കെ കൂടായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറേ സമയം വീഡിയോ വൈകി പോകുന്നത്. അപ്പോൾ ഇന്നൊരു ഉച്ചക്കത്തെ വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്. ഉച്ചക്ക് ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ തികയാതെ വന്നപ്പോൾ രാത്രി കൂട്ടാനൊക്കെ ഉണ്ടാക്കുകയാണ്. കറി മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ഇറച്ചി കൊണ്ട് ഒരു കൂട്ടാൻ പോലെ ഉണ്ടാക്കിയാൽ കറിയും കൂട്ടാനും പോലെ റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ കാക്കാക്ക് കഞ്ഞിയൊക്കെ വെച്ചതിന് ശേഷം ഒരു സ്പെഷ്യൽ കോഴിക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഈ ബ്രോസ്റ്റ് കോഴി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരുണ്ട് പെടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ ചോറിന് കറിക്കും ചായക്കടിക്കും എല്ലാറ്റിനും പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ അവിടെ പണിക്കാർക്ക് ഇങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ വേറെ കറീൻ്റെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ സമയങ്ങളല്ല. അപ്പോൾ അവർക്ക് അതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തു വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം വെളുത്തുള്ളി അതേപോലെ ഇട്ട് കൊടുത്തേക്കാണ്. ഒരു വിസിലടിക്കുമ്പോൾ അതൊക്കെ അലിഞ്ഞ് പോയിക്കോളും. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക്, തക്കാളി, 2 വല്യുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കിലോൻ്റെ മേലുണ്ട് ഇറച്ചി കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വയന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാൻ വിചാരിച്ച് പോയി. അപ്പോൾ ഈ പണിക്കാരൊക്കെ സിമെൻറ്റിൻ്റെ ഇതൊക്കെ അവിടേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഇലകൾ നോക്കി തിരഞ്ഞ് നുള്ളി എടുക്കുകയാണ് കേട്ടോ. അതുമല്ല രാത്രിയാണ്. അപ്പോൾ മൊബൈൽ ടോർച്ച് അടിച്ചിട്ടാണ് ഞാൻ കരിവേപ്പിൻ്റെ ഇലയും മല്ലിൻ്റെ ഇലയൊക്കെ പോയി എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് രാത്രി ആയാലും പോയി എടുത്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവർക്ക് അടിച്ചു വരാനും തുടക്കലും ഒക്കെ ചെയ്യാൻ. ഇപ്പോൾ പണിക്കാർ പോയാൽ നമ്മൾ അതിൻ്റെ ശേഷമാണല്ലോ പണികളൊക്കെ ചെയ്യുക. അപ്പോൾ ഒരുപാട് സമയമാവും കെടുക്കാനൊക്കെ. അപ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ അതൊരു വൈക്കുണ്ട്. എങ്കിലും ഞാൻ ആ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും പിന്നെ സൗണ്ട് കൊടുക്കാനൊക്കെ ഞാൻ തന്നെ സമയം കണ്ടെത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുറച്ച് ദിവസത്തെ വീഡിയോ ഇടാൻ വൈകിയൊന്നും വിചാരിക്കരുത്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഉള്ളിയൊക്കെ നല്ലോണം വയന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങ് തോല് വരണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ അതിലേക്ക് ഞാൻ കോലിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോലിഫ്ലവർ നല്ലവണ്ണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി എടുത്ത് ജസ്റ്റ് ഒരു ചുടുവെള്ളം കൊണ്ടും കഴുകി അതേപോലെ കുറച്ച് നേരം സുർക്കയിലിട്ട് വെക്കുകയും ചെയ്തു കേട്ടോ. അതിന് ശേഷമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഉമ്മാക്കും കാക്കാക്കൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയ ഇഷ്ടമില്ല. അപ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഉമ്മാക്കും കാക്കാക്കും ഉമ്മാക്ക് എന്തെങ്കിലും കടിയോ എന്തെങ്കിലുമാണ് കഴിക്കൽ. അതേമാതിരി കാക്ക കഞ്ഞിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ചെതലുടിച്ച് അൾമാറ ഇന്ന് പൊളിച്ച് മാറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇനി നാളെ പണിക്കാർ വരുന്നതിൻ്റെ ഇടയ്ക്ക് മാറ്റി കൊടുക്കും വേണം. പിന്നെ ഇവിടെ മേട അടുപ്പുള്ള സ്ഥലത്ത് അത് പൊളിച്ചപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ മേട വാർക്കൊക്കെ ചെയ്ത് അതേപോലെ കർട്ടനുകൾ ഊരിക്കൊടുന്ന ഒരുപാട് പണികൾ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എടുക്കാണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇന്ന് കെടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമാവും ഏതായാലും. അപ്പോൾ ഇതൊക്കെ ആ സമയം കൊണ്ട് വയന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വിസിലടുപ്പിക്കണം എന്നൊന്നുമില്ല. വിസിലടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വെന്ത് അധികം കുറച്ച് വേവാവും. പക്ഷെ എനിക്ക് സമയമില്ലാത്ത കാരണമാണ് ഞാൻ ഒന്ന് വിസിലടുപ്പിച്ചെടുക്കണത്. അതേപോലെ നിങ്ങൾ വിചാരിക്കും ഇത്രത്തോനെ കുരുമുളക് എന്തിനാണെന്ന്. അപ്പോൾ 1/4 ടീസ്പൂണിൻ്റെ സ്പൂണാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒന്ന് വെച്ചാൽ അതിലേക്ക് മുളക് പൊടി ചേർക്കണില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കട്ടെ. അപ്പോൾ ഞാൻ മുളകും പൊടി ചേർക്കാതെയാണ് അത് റെഡിയാക്കി എടുക്കുന്നത്. ഇത് ചെറിയ തീയിൽ വെന്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കട്ടോ. പിന്നെ ഇത് ഇങ്ങനെ വിസിലടുപ്പിച്ച് ചെയ്താൽ വേറൊരു ഗുണം എന്താ വെച്ചാൽ നല്ല ഗ്രേവി ആയി കിട്ടും. നമുക്ക് കഷ്ണങ്ങൾ അങ്ങനെ കടിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് രാവിലത്തെ കടിയും ചോറും ഒക്കെ കൂടി ആയിട്ട് ഒരു റെഡിയാക്കലാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ റെഡിയായി ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഇവിടെ കല്യാണത്തിന് മൂത്താപ്പാൻ്റെ പേരക്കുട്ടീൻ്റെ കല്യാണത്തിന് ഞാൻ വീട്ടിൽ കുറച്ച് അച്ചാർ കൊണ്ടുവന്നു. അപ്പോൾ ഞാനത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ നാളെ പണിക്കാർക്കൊക്കെ കൊടുക്കണമല്ലോ.
അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു വെച്ചാൽ അത് ഈത്തപ്പഴവും മുന്തിരിയും കൂടിയുള്ള അച്ചാറായിരുന്നു. അപ്പോൾ ഒരു മധുരത്തിൻ്റെ ഇതും എനിക്കങ്ങനെ തോന്നിയത്. കുറച്ച് മുളക് പൊടിൻ്റെ ഒരു ടേസ്റ്റ്, അങ്ങനത്തെ ഒരു ടേസ്റ്റായി തോന്നിയപ്പോൾ അതിലേക്ക് ചെറുനാരങ്ങൻ്റെ അച്ചാറും കൂടി മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ വിചാരിച്ച് ഒരു ചട്ടിയിൽ എണ്ണ വെച്ച് അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ മേലെ കായപ്പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെറൈറ്റി ടേസ്റ്റ് ആവും ചെയ്യും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച ഇതാണിത്. അത് ഞാൻ തണുപ്പാറാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇതും ഒരു 500 ഉണ്ട് കേട്ടോ, 500 അച്ചാറുണ്ട്. അപ്പോൾ അതിൽ അധികം ഈത്തപ്പഴത്തിലേറെ കൂടുതലുള്ളത് ഉണക്കമുന്തിരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും. നല്ല കുഴപ്പമൊന്നുമില്ല, കുറച്ച് മധുരമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഒരു 500 നാരങ്ങച്ചാറും കൂടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായതിൻ്റെ ശേഷം അച്ചാറും കൂടി ഇട്ടിട്ട് നമുക്കൊരു നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ചതിന് ശേഷം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അച്ചാറാണ്. അപ്പോൾ ആ അച്ചാർ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കാതെ തന്നെ നേരിട്ട് ചെറുനാരങ്ങ ഒന്ന് വഴറ്റിക്കാണ്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എരിവും പുളിയും മധുരവും ഒക്കെ കൂടിയുള്ളൊരു വെറൈറ്റി രുചിയാണ് ഇട്ടുണ്ടാവുക. അപ്പോൾ ഇതാ അച്ചാർ ഒരു 10 മിനിറ്റ് നേരം ഞാൻ തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ ഇട്ട് വേവിച്ചെടുക്കുകയാണ് ഇത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ടേസ്റ്റും കൂടി മിക്സ് ആവുകയും ചെയ്യും, നല്ലൊരു രുചി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റാട്ടോ ഉണ്ടാവുക. ഇപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടേ. അതേപോലെ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കാൻ നിൽക്കണം. അപ്പോൾ ആ നൂഡിൽസ് റെഡിയാക്കി എടുക്കണം. കാക്കാക്കും ഇമ്മാക്കും ഒക്കെ ചായക്ക് കടി ഉണ്ടാക്കി. ഇപ്പോൾ കുട്ടികൾക്ക് നൂഡിൽസ് മതി പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുപ്പത്ത് ചോറ് റെഡി ആവുന്നുണ്ട്. അതേപോലെ ഇന്ന് ചേമ്പിൻ്റെ തണ്ടും അതിൻ്റെ കല്ലും കൂടെ പല പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് എടുത്ത് ചേമ്പും തണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കല്ലകൾ 4 ചേമ്പിൻ്റെ കല്ല് ഞാനൊരു ഭാഗത്ത് മുളച്ചോട്ട വിചാരിച്ച് കൊണ്ടുപോയി വിട്ടതായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇന്ന് പണിക്കാർക്ക് കൂടി ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുക വെച്ചിട്ട് ആ ചേമ്പിൻ്റെ കല്ലൊക്കെ കൂടി എടുത്തിട്ട് വന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരുവിധം നൂഡിൽസ് വേണമെന്ന് പറഞ്ഞ്, അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, എനിക്കുള്ള നൂഡിൽസിൽ കുറച്ച് ഇറച്ചിൻ്റെ ഇതുണ്ട്, അപ്പോൾ അതും കൂടി ഇട്ടുകൊണ്ട് റെഡിയാക്കി എടുക്കാൻ വിചാരിച്ച് ഒന്ന് ടേസ്റ്റ് സാമ്പിളിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി എടുത്ത് അതിൻ്റെ മസാലപ്പൊടിയൊക്കെ കൂടി ചേർത്ത് പ്ലെയിനായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, പിന്നെയാണ് എനിക്ക് ആ ഇറച്ചി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല അത് ഉണ്ടാക്കി നോക്കിയപ്പോൾ. എനിക്കേറ്റവും പറ്റിയത് പിന്നെ കുട്ടികൾ തന്നെ കഴിച്ചുട്ടാവും. പക്ഷേ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടായിട്ടില്ലായിരുന്നു. ഞാനെന്ത് വിചാരിച്ചു, ചിക്കനൊക്കെ അല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതൊന്ന് ഇട്ടുകൊണ്ടൊന്ന് തിളപ്പിച്ച് റെഡിയാക്കി എടുത്തൊക്കെ ചെയ്തു. പിന്നെ അതിൽ കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കട്ടെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അത് നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും അതിന്. അപ്പോൾ ആ നൂഡിൽസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ച ചിരങ്ങയാണ് ഇട്ടത്. അപ്പോൾ ചിരങ്ങ വേവിച്ചെടുത്ത് ആ കുക്കറിൽ തന്നെ ഞാൻ ഈ ചേമ്പിൻ്റെ തണ്ടും കൂടി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ മൺപയർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 3 ആളുള്ളൂ പണിക്കാർ വിചാരിച്ചുകൊണ്ട്. ആ സമയത്താണ് 3 ആളല്ല 5 ആളുണ്ടെന്നു. പിന്നെ ഡ്രൈവർമാർക്കും കഞ്ഞി വേണമെന്നും കൂടി പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിക്കാണ്ട് പിന്നെ കല്ലിയും ആ കല്ലെടുത്ത് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ആ കല്ലിൻ്റെ ഭാഗത്തുണ്ടാവില്ല ചേമ്പിൻ്റെ കുറേശ്ശെ തണ്ടുകളൊക്കെ, അതും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതും കൂടി ഒന്നും കൊണ്ട് വേവിച്ചെടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മൺപയറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ഇതാവുമല്ലോ. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ സമ്മന്തി അരച്ചിട്ടാലും മതി. പക്ഷേ തേങ്ങ അരച്ചത് പറ്റാത്തവരും എല്ലാം കൂടി ആകുമ്പോൾ പല വിധക്കാരാകുമ്പോൾ നമുക്ക് ഒറ്റ വിധം ഉണ്ടാക്കാനല്ലേ ഞാൻ അങ്ങനെയാണ് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കണേ. അപ്പോൾ അത് ഞാൻ 2-3 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ആ മൺപയറും കൂടി ഇട്ട് നല്ലവണ്ണം നേരം തിളപ്പിച്ചെടുക്കുക. തിളപ്പിക്കല്ല, അത്യാവശ്യം നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറുകി വരും.
അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞളും ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ വിചാരിച്ചു. മൺപയർ ഒറ്റയ്ക്ക് ആകുമ്പോൾ നമുക്ക് മഞ്ഞളുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ മൺപയർ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുമ്പോൾ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്ന പോലെ മുളക് പൊടി ഇടണ്ട, വല്യുള്ളി പച്ചമുളക് തക്കാളിയൊക്കെ ഇട്ടുകാണ്ട് ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ചേമ്പിൻ്റെ കല്ലൊക്കെ ആകുമ്പോൾ മഞ്ഞൾ ഇടാഞ്ഞാൽ ഒരു കാണാൻ തന്നെ ഒരുമാതിരി ആയിരിക്കും. അപ്പം കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് തിളപ്പിച്ചെടുക്കണം. അത് കുറച്ചൊന്ന് കുറുകി വരുവോളം തിളപ്പിച്ചെടുത്ത് പിന്നെ ഇത് ചൂടാറി വരുന്നാൽ ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് റെഡിയാക്കിയാൽ മതി. ഇതിലേക്ക് തേങ്ങ അരച്ച് ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് ചോറ്റക്ക് കൂട്ടാനും പറ്റും. അപ്പോൾ പണികൾ ഒരുവിധമൊക്കെ കഴിഞ്ഞ്, ഒരുവിധം എന്നല്ല, ഇതിപ്പോൾ ഒരു 8-9 മണി ആയപ്പോഴത്തേന് പണിക്കാരുണ്ടായാലും രാത്രിയൊക്കെ കൂടിയുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻകറി വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻകറി വെച്ച കാരണം കൊണ്ട് തന്നെ ചെരങ്ങ റെഡിയാക്കിയത്. പറ്റാത്തവരുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ കൂട്ടാനും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കഞ്ഞി കൊടുക്കണ വീഡിയോകളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതിലേക്ക് താളിച്ചൊഴിക്കുകയാണ്. കരിവേപ്പിൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ട് കരിവേപ്പിൻ്റെ ഇല ഇടാതെ കേട്ടോ താളിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. കമൻറ്റ് ചെയ്താൽ മറക്കരുത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ അതിൻ്റെ മീനൊക്കെ പൊരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പപ്പടം, മീൻ, ഉണക്കമുളകും ഒക്കെ പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.